എനിക്ക് ഒട്ടും, പക്ഷെ എനിക്ക് അതിന് ഉമ്മയൊക്കെ കുറെ തന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കൊന്നോന്ന് വെച്ചാൽ അങ്ങനെ ബലമായിട്ട് നമ്മളെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. ആള് സ്ലോ, ആള് തന്നെ. അവർക്ക് ലിക്വിഡും ഓയിലൊന്നും പറ്റൂലല്ലോ. റൊമാൻസ് ഒന്നും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആൾക്ക് ഇത്ര ഉണ്ടായിരുന്നു, നല്ല വലിപ്പം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഫ്രഷായിരുന്നു സാധനം, അടിപൊളി സാധനം. നല്ല പക്ഷെ കുനിഞ്ഞ് നിൽക്കുമ്പം നമുക്ക് നമ്മുടെ ഭയങ്കര പെയിനാ. എനിക്ക് സാധനം കുനിഞ്ഞ് കിടക്കണേ നല്ലത് ഇഷ്ടം, എളുപ്പം പറ്റും. അപ്പൊ ഇത് എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് തേങ്ങ പൊതിച്ച് നോക്കി, നിന്ന് നോക്കി. അയ്യോ ഞാൻ കരഞ്ഞു. അപ്പൊ പെയിൻ പെയിൻ. സത്യം പറഞ്ഞ പെയിൻ കൊണ്ടാണ് ഞാൻ കരയണേ. കണ്ണിന് വെള്ളം വന്നുപോയി എൻ്റെ. ലാസ്റ്റ് പാവത്തിന് വന്നു. പ്ലീസ്. പാകിസ്ഥാനികൾക്ക് ഭയങ്കര ടൈമിങ് അല്ലേ, ഭയങ്കര ടൈമിങ്ങാ പാകിസ്ഥാനികൾക്ക്. അവന്മാർക്ക് ഓയിൽ അല്ലെങ്കിൽ പിന്നെ എന്താ എൻ്റെ പൊന്നു മോനെ, അവർക്ക് ഭയങ്കര ടൈമിങ്ങാ. അവരുടെ ഭക്ഷണത്തിൻ്റെയും അവരുടെ വർക്കിങ്ങിൻ്റെ ഒക്കെയാണ്. ആർക്കല്ലിന് പൊതുവെ ടൈമില്ല. ഒരു സ്പോട്ട് ഞാൻ ആശുപത്രി വിളിച്ചു, എനിക്ക് അനക്കാൻ പറ്റില്ല. എന്നിട്ട് ഒട്ടും ഭയങ്കര പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കസ്റ്റമർ എടുത്തിട്ടില്ല, ഒരാളെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അയ്യ നാളെ എടുക്കാന്ന് വെച്ചു. അതിന് അതിന് കയറ്റാൻ ആരെ കൊടുത്തതിന് പലതും പറയും. എനിക്ക് കസ്റ്റമറെയാണ് വേണ്ടത്. ബിസിനസ് മുഖ്യം. ഞാൻ എപ്പോഴും കണ്ടൻസ് കണ്ടുപിടിച്ചിട്ട് വരും. അത് ഇവിടെ അറിയുന്നവർക്കറിയാം. ഓക്കെ, നല്ല സ്ലിമ്മായി സത്യം. എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വന്നു. കിട്ടാ ആക്കിയ ചോദ്യം ചോദിക്കല്. ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ അറിയാം, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഓക്കെ, മനസ്സിലായോ? ആക്കിയ ചോദ്യം ഇവിടെ ചോദിക്കണ്ട. എനിക്ക് ബിസിനസ്സാണ് മുഖ്യം, കാശാണ് എനിക്ക് വലുത്. ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറയുന്നു എന്നും ഞാൻ എന്താണ് എന്നും അറിയുന്ന ആൾക്കാർക്കാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആക്കിയ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കില്ല, എനിക്കത് ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഭയങ്കരമായിട്ട് വിടു ചേച്ചി, ഞാൻ വിട്ട്. നിങ്ങൾക്കൊക്കെ അറിയാലോ ഞാൻ എന്തുകൊണ്ടായിരിക്കും പറയണെന്ന്. എനിക്ക് നാട്ടൊന്നും വെട്ടിപ്പൊളിയാൻ പറ്റും. പക്ഷെ നല്ല കാശൊന്നും കിട്ടോ, നല്ല കാശൊന്നും അനക്കാൻ പറ്റണില്ല. പിന്നെ ഞാൻ കത്തലസിന് എടുത്തിട്ടേ ഇല്ലെന്ന്, വേദന എടുത്തിട്ടേ മൊത്തത്തിൽ കഴിച്ചു. പാകിസ്ഥാനി കന്ത് ഒന്ന് കാണിച്ച് തരാമോ? കന്ത് ചുവപ്പാണോ? ഞാൻ എൻ്റെ കന്ത് നോക്കലല്ല പരിപാടി. നിന്റെ അമ്മയുടെ കന്ത് എന്താണെന്ന് ഒരു 10 ഇഞ്ച് കാണുമോ? സീരിയസ്ലി ഞാൻ പറഞ്ഞുതരാം എത്ര ഇഞ്ച് ഉണ്ടെന്ന്. എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതായത് ഇത് കണ്ടോ, അതായത് ചിത്രമുണ്ടോ? നമ്മുടെ കുപ്പി ഉണ്ടായിരുന്നു, ഈ കുപ്പികൾ പോരാ. ഇപ്പം ഞാൻ പറയാം, എൻ്റെ കൈ പിടിച്ച മനസ്സിലാവും. ഇത് ഇച്ചിരി കൂടുതലാണ്. വണ്ണം നീളെത്ര ഉണ്ടോ ഞാൻ പറഞ്ഞുതരാം. നീളെത്ര കാണും. ഓക്കെ, വണ്ണം ഇത്രയില്ല, നീളെത്ര കാണും. വണ്ണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കൈ പിടിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം വണ്ണം എത്ര ഉണ്ടാവും. എനിക്ക് കൈ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത്ര വണ്ണം ഇല്ല, പക്ഷെ ഈ വണ്ണം കണ്ടോ? ഈ വണ്ണത്തിൽ കുറച്ച് വണ്ണമുണ്ട്. ഇത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ മുട്ടിയില്ല, എനിക്ക് കൈ ഇങ്ങനെ മുട്ടിയില്ല. അതായത് ഇത് കൈ മുട്ടിയിട്ടില്ല, ഇതിനേക്കാൾ കുറച്ച് കുറവ്. അതായത് ഞാൻ പിടിക്കുമ്പോൾ എനിക്ക് ഒരു കത്തോടെ സാധനം എനിക്ക് പിടിക്കുമ്പോൾ മനസ്സിലാവും. ഈ വിരല് ഇത് ഇവിടെ മുട്ടുന്നുണ്ട്, ഇതണ്ട ഇത്ര ഉണ്ട് നീട്ടം കണ്ടോ? പക്ഷെ ഇതിനേക്കാൾ കുറച്ച് വണ്ണുണ്ട്. എനിക്ക് എത്തുന്നുണ്ടായിരുന്നു. പക്ഷെ നീളെത്ര ഉണ്ട്, നീളെത്ര കാണും. ഇതിക്കും കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഇതിനും കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. നീളെത്ര കാണും. പക്ഷെ വണ്ണം ഇത്ര ഇല്ലെങ്കിലും
മുട്ടുന്നില്ല, പക്ഷെ ഇതിക്ക് കുറച്ചുകൂടെ കുറവാണ്. പക്ഷെ ഇത് കുഞ്ഞതാണ്, പക്ഷെ ഇതിക്കും കൂടുതലുണ്ട് വണ്ണം. അതൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ നല്ല പൊളിയാണ്. ഇതിപ്പോൾ പാകിസ്ഥാനിൽ എടുക്കുന്നുണ്ട്. നല്ല പിടിച്ചിട്ട് അടിപൊളിയാണ്. ഉള്ളതുപോലെ ആപ്പിൾക്ക ഇതേത് ആപ്പിൾക്കായ, പക്ഷെ പെർഫെക്റ്റ് ആയിരുന്നു സാധനം ഉള്ളത് ഞാൻ പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 വർഷങ്ങൾക്ക് ശേഷം 2-2.5 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് 2 പാകിസ്ഥാനികൾ എടുത്തത്. അത് എനിക്കിവിടെ ഗിഫ്റ്റ് തരുന്ന പാകിസ്ഥാനികളാണ്. ഞാൻ ഗെയിം കളിക്കുമ്പോഴും രാത്രി കിടക്കാൻ നേരത്ത് വെളുപ്പാങ്ങത്ത് ലൈവ് കിടക്കുമ്പം എനിക്ക് 2 പാകിസ്ഥാനികൾ ഇവിടെ ഗിഫ്റ്റ് തരാറുണ്ട്. ആ 2 പാകിസ്ഥാനികളെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. വേറെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയിട്ടും 2.5 വർഷങ്ങൾക്ക് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പാകിസ്ഥാനെ എടുത്തിട്ടില്ല. ഇപ്പോഴാണ് 3 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് 2 പാകിസ്ഥാനിൽ എടുത്തത്. അത് 2ഉം പൊളിയായിരുന്നു. സത്യം സീരിയസ്ലി പറയാം. ഞാൻ മക്കളെ സത്യം ചെയ്യാറില്ല. ഞാൻ ആവശ്യത്തിന് എൻ്റെ 3 മക്കളെ സത്യം ചെയ്യാറ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്നും കഴിഞ്ഞ ദിവസമാണ് ഞാൻ 2 പാകിസ്ഥാനിൽ എടുക്കുന്നത്. ആ 2 പേരും ബിഗ് സല്യൂട്ട്. പറഞ്ഞ ദിവസം വന്നു. ഒരാൾ 3 വട്ടം വന്നു. ആ ഫസ്റ്റ് വന്നു 3 വട്ടം വന്നു. ഇതിപ്പോൾ ആദ്യമായിട്ട് വന്നവനാണ്. ഇന്ന് ഞാൻ എടുത്ത കസ്റ്റമർ പാകിസ്ഥാനിയാണ്. ഇന്ന് എൻ്റെ ആദ്യത്തെ കസ്റ്റമർ അവനാണ്. ആ ഒരു കസ്റ്റമർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നല്ല കസ്റ്റമർ ആയിരുന്നു. ബിഗ്സ് ഇവിടെ എനിക്ക് ഗിഫ്റ്റ് അറിയാൻ വരാറുണ്ട്. ഐഡിയ ഒന്നും ഞാൻ പറഞ്ഞു തരില്ല. എനിക്കിവിടെ ഗിഫ്റ്റ് നല്ല അത്യാവശ്യം ഗിഫ്റ്റൊക്കെ ഇട്ടിട്ടാണ് പുള്ളി പോണത്. ഓക്കെ, എന്നുള്ള പറയണ എന്തിനാ? ഹാപ്പി എഡിറ്റിംഗും ഉണ്ടായോ? പക്ഷെ ടൈമിങ് ഓവറാണ് കേട്ടോ. നല്ല ടൈമിങ് ആയിരുന്നു മനുഷ്യൻ്റെ. അമ്മേ കൈ കാണിക്കുന്നു. നല്ല ടൈമിങ്. തൊട വേദന എടുക്കണം അറിയോ? ഞാൻ ബോഡി ടു ബോഡി ചെയ്യും കേട്ടോ. അതില്ലെന്ന് ഞാൻ പറയില്ല, ചെയ്യും. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, ഞാൻ ചെയ്യും കേട്ടോ. കൈ മാത്രമല്ല, ഞാനിങ്ങനെ ഈ അതൊക്കെ കൊക്കി. അല്ലാണ്ട് ഞാൻ മറ്റേത് കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഉള്ള ഓപ്പറേറ്റ് ഞാൻ പറയും. അത് നിങ്ങൾ വിചാരിക്കും പച്ചക്കള്ളാണെന്ന്. ഒരസം ഫുൾ കിട്ടാൻ എത്രയാണ്? ബോഡി ടു ബോഡി മസാജ് ഉണ്ടോ? ബോഡി ടു ബോഡി എനിക്ക് പക്കയായിട്ട് തോന്നിയ കസ്റ്റമറോട് മാത്രമേ ഞാൻ ബോഡി ടു ബോഡി ചെയ്യും. ഞാൻ നാളെ പറയേണ്ട ആവശ്യം. പക്ഷെ ഓരോ ബോഡി ടു ബോഡിക്കും ഓരോ കണ്ടീഷൻ ഉണ്ട്. അത് എനിക്ക് വേണം, നിർബന്ധം. ഫുൾ എടുക്കില്ല, ബോഡി ടു ബോഡി ചെയ്യും. അത് ഓരോരുത്തർക്കും ഓരോ കണ്ടീഷൻസുകൾ എനിക്കുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമേഴ്സിന് മാത്രം എനിക്ക് തോന്നും. അത് ചിലതൊക്കെ ഉണ്ട്, ചില റൂൾസൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മോട്ടിവേറ്റ് ചെയ്യൂ. ഞാൻ അങ്ങനെയാണ്. പറയൂ ഫുൾ, അത് ഞാൻ പറയില്ല. അത് രഹസ്യം എന്തൊക്കെയാണെന്ന് അതെനിക്ക് പബ്ലിക് പറയാൻ നാണാവും.